ആമി, നിനക്കങ്ങ് ബാംഗ്ലൂരിലെ കോളേജിൽ വന്ന് ചേർന്നാ പോരായിരുന്നോ? അതെന്താ, കോളേജുകാര് കെട്ട് നടത്തി കൊടുക്കോ അതോ നിന്റെ സ്പെഷ്യൽ ഫിഗർ ഉണ്ടാവോ? ഡെങ്കു, ഈ കോളേജ് ഇവിടെ ഉണ്ടെന്ന് ഉദ്ദേശിച്ചതാണേ. അല്ല ആമി, നിനക്ക് ഇത്ര ലുക്കുണ്ടായിട്ട് എന്തുകൊണ്ടാ ഇത്രയും നാളായിട്ട് പ്രേമൊന്നും ഇല്ലാത്തെ? അതോ ഉണ്ടോ? അശ്വന് അറിയില്ലായിരുന്നോ ഇവള് കെട്ടിട്ട് പിള്ളേരും ഉണ്ടെന്നേ? ഞങ്ങളല്ലേ നൂല് കെട്ടി കൊടുത്തത്. അണ്ണാക്കിലടിച്ചു കൊടുക്കുന്നുണ്ട്. ഇവ സമ്മതിക്കൂലല്ലോ. അല്ല, നിങ്ങൾക്കൊന്നും ഗേൾ ഫ്രണ്ട്സ് ഇല്ലേ? അതോ ഇവളെയാണോ നോട്ടം? ഞങ്ങളവളെ പൊന്നു പോലെ നോക്കുന്നുണ്ട്. അല്ലടി കുഞ്ഞെ, നീ ഒന്നും കൂടെ നോക്കിക്കേ, ഒന്നും കൂടെ നമുക്ക് ഞങ്ങളെ നോക്കട്ടെ. ഗേൾ ഫ്രണ്ട് വേണമെന്ന് ബാംഗ്ലൂരിൽ വല്ല റൂളും ഉണ്ടോ? ആമീനിന്റെ നല്ല ഫ്രണ്ട്സ് ആണല്ലോ, ഭയങ്കര കോമഡി. അതും മനസ്സിലായില്ലേ? ഇവരെ കോമഡി പറഞ്ഞതല്ല, നല്ല അന്തസ്സായിട്ട് അണ്ണാക്കിലിട്ട് തന്നതാണ്. പാവച്ചേർക്കൻ ബാംഗ്ലൂരിലൊക്കെ ആണ്ടേ, മനസ്സിലായില്ലടാ. മതി മതി, ചേട്ടനെ അറിവും അവരെ പിടിച്ചിരുന്നവര്. പക്ഷേ എനിക്ക് അവരാണ് കംഫർട്ട്. ഏയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എവിടെയാ പോണ്ടേന്ന് പറഞ്ഞില്ലല്ലോ. ഇത് ഞങ്ങളുടെ സ്ഥിരം സ്പോട്ടാണ് അശ്വിൻ ഭായി. എന്റെ കൂടെ വന്നിട്ടില്ലല്ലോ. അതെന്താ, നിന്റെ കൂടെ വരുമ്പം കടലിന്റെ നിറം മറിച്ചോപ്പാവൂ? ഓടാ, എന്തായാലും വന്നതല്ലേ, പോയി ചാടാ. നീ ചെല്ല്, ഞാൻ ഐസ്ക്രീം വാങ്ങിട്ട് വരാം. എൽക്കുഞ്ഞേ, അളിയന്മാരെ വാ. ഇവൻ എനിക്കൊരു ഇടങ്കോലാവുമല്ലോ, തുടച്ച് നീക്കിയേ പറ്റൂ. നല്ല വീര്യം കൂടിയ ഡെറ്റോട് തന്നെ ഇട്ടോട്ടെ. അശ്വിൻ, നിന്റെ ഐസ്ക്രീം. അശ്വിൻ ചേട്ടൻ ഗേൾസിന്റെ ടേസ്റ്റ് മാത്രം അറിയത്തുള്ളല്ലോ. അവളെ ആ കൂട്ടത്തിൽ പെടുത്തണ്ട, അവൾക്ക് ചോക്ലേറ്റ് ഇഷ്ടല്ല. ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. അശ്വിനെ, നീ ഇവിടെ നിന്നില്ലേ? ചെക്കനെ അവക്ക് വേണ്ടുന്ന വാങ്ങിച്ചോണ്ട് കൊടുത്തോളൂ. എവിടെ മോനെ അശ്വിൻ കൂട്ട, നിനക്ക് അവളുടെ മുന്നിലൊരു കണ്ണുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അവളെ നിനക്ക് അറിയില്ല. അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങി മോഹിക്കാൻ നിൽക്കാതെ വന്ന വഴി ബാംഗ്ലൂരിലേക്ക് വിട്ട നിനക്ക് കൊള്ളാം. അവളെ നോക്കാൻ ഞങ്ങൾക്കറിയാം. അവളുടെ ചിരിയുണ്ട്, അത് ഞങ്ങൾക്കൊപ്പം അവൾക്കൊള്ളു. അത് മായാതെ നോക്കാനും ഞങ്ങൾക്കറിയാം. അതെ, നിനക്ക് പോകുന്നതാ നല്ലത്. ഞങ്ങളീ കാണുന്ന പോലെ പാവങ്ങളോ ഊക്കിക്കൊല്ലുന്ന ടീംസോ മാത്രമല്ല. നീ അങ്ങ് ബാംഗ്ലൂരെ പിള്ളേരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. നീ കേരളത്തിലെ നല്ല ആൺപിള്ളേരെ നീ കണ്ടിട്ടില്ല. ഒന്ന് കിട്ടിയ 41 നീ എണ്ണീക്കുള്ളൂ. നിന്റെ ഈ സൗന്ദര്യം വെറുതെ കളയണോ? ഞാൻ നിന്റെ ഫേവറേറ്റ്. താങ്ക് യു. കണ്ടോ, അത് നീ വാങ്ങി കൊടുക്കുന്നെങ്കിൽ അവൾക്ക് അത്രയും സന്തോഷം കാണില്ല. അത് വെറും ഒരു ഐസ്ക്രീമാണ്. എന്നോട് ഇവിടെ വന്ന് അത് തന്നെയാണ് തിന്നുന്നതും. പക്ഷെ അവൻ വാങ്ങി കൊടുക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ള പോലെ അവള് കഴിക്കുക. നമുക്ക് പോകാൻ ചേട്ടാ, നല്ല വെയിലായി. പോകാം. ഇനി എങ്ങോട്ടാ പോകണ്ടേ? ഒരു മൂവിക്കായാലോ? മൂവിക്കോ? ഈ നേരത്തോ? വൻ ബോറാണ് ചേട്ടാ. അതെ, നൈറ്റ് വൈബൊന്നും ഈ മോറിനും പോയാൽ കിട്ടൂല. നീ ഇവരുടെ കൂടെ ഒറ്റയ്ക്കാണോ നൈറ്റ് പോകുന്നത്? അതെ, അവൾ ഒറ്റയ്ക്കാ വരുന്നത്. 10 പേരെ കൂടെ കൂട്ടി പോകാൻ വേണ്ടിട്ട്. കല്യാണത്തിനല്ലല്ലോ അവള് വരുന്നത്. പിന്നെ ഇവളെ ഞങ്ങളെ പെണ്ണായിട്ട് കൂട്ടിയിട്ടൊന്നുമില്ല. അമ്മ അതിന് തന്നെയിടമല്ലേ. ഓക്കെ, നിങ്ങൾക്ക് എങ്ങോട്ടാ പോകണ്ടേന്ന് പറ. കോഴിക്കുഞ്ഞ് ഇഷ്ടമുള്ളൊരു സ്ഥലമുണ്ട്, നേരെ വിട്ടോ. കോഴിക്കുഞ്ഞെ, നീ ബാക്കിൽ വന്നിരുന്നേ, ചേട്ടനെ ഞാൻ വഴി പറഞ്ഞു കൊടുക്കാം. എടാ, എന്താടാ ഇവിടെ ഫുള്ള് കാടാണല്ലോ. നിങ്ങൾ മൂവരും ഉള്ളിലോട്ട് വിട്ടോ, ഞങ്ങൾ വന്നേക്കാം. ശരിയടാ, വാടിയാമി പോകാടാ. ഇവളെ നമുക്ക് വല്ല കാടുവയ്ക്കും തിന്നാൻ കൊടുക്കാം. അശ്വിൻ അവിടെ നിന്ന് നിന്നേ. എന്തുകൊണ്ടാ ഞാൻ അവരുടെ കൂടെ പോവാത്തേന്ന് നിനക്ക് മനസ്സിലായി കാണുമല്ലേ? മോനെ ആൾട്ടോ, അശ്വിൻ നേടിയെടുക്കണം എന്ന് വിചാരിക്കണത് എന്ത് ചെയ്തിട്ടായാലും നേടിയെടുക്കും. നീ വേറെ എന്തും നേടിയെടുത്തോ, കോഴിക്കുഞ്ഞിനെ വിട്ടേക്ക്. അവക്ക് മുകളിൽ നിനക്ക് ഒരവകാശമില്ല. അവളുടെ അമ്മയും അച്ഛൻ്റെ അടുത്തേ എനിക്ക് കെട്ടിച്ചേരാൻ പറഞ്ഞാൽ സ്പോട്ടിന് കെട്ടിച്ചേരും. പക്ഷെ നിനക്ക് തരില്ല. നിന്റെ ഷോ ഞാൻ തീർത്തു തരാം. അതിന് വലിയ ടൈമൊന്നും വേണ്ട. കാണാം. കൊണ്ടേ പോകൂ എന്നാണെങ്കിൽ ഞാൻ തന്നെ എന്റെ കൈ കൊണ്ട് നിനക്ക് തരാം.
ആൾട്ടോ എങ്ങോട്ടാടാ ഇനി? ആ ഞാൻ വന്ന്. വാ നമുക്ക് വാ. എടാ നീ എനിക്ക് ഇഷ്ടപ്പെട്ട പ്ലേസ് ആണെന്നും പറഞ്ഞു കൊണ്ടുവന്നിട്ട് ഇവിടെ മൊത്തം കാട് മാത്രമുള്ളല്ലോ. നടക്കടി ഇങ്ങോട്ട്, കാണിച്ചു തരാമെന്ന്. എടാ സത്യം പറയടാ, ഇവളെ നീ കാട്ടിലെ മൃഗങ്ങൾക്ക് തിന്നാൻ കൊടുക്കാൻ കൊണ്ടുവന്നല്ലേ? ഷേ നിങ്ങൾക്ക് മനസ്സിലായോ? ഇവളെ നമുക്ക് പൊരിച്ചു തിന്നണ്ടേ? അതിലെ കടുവയുടെ കൊണ്ടുകൊടുക്കാം. പീസ് പീസ് ആക്കി നമുക്ക് തരും. അയ്യോ ഈ കാലമാരെന്നെ കൊല്ലം കൊണ്ടുപോണേ. ആരും വരാൻ പോണില്ല. കാടാ പോളെ കാട്. നീ ഇപ്പൊ പട്ടി. അങ്ങോട്ടല്ലേ, ഇങ്ങോട്ട്. എന്ത് രസാ ഇവിടെ. ഓ എടുത്തൊക്കെ ചാടാൻ തോന്നും. അയ്യോ ഒന്ന് എടുത്തൊന്നും ചാടരുതേ. നിന്റെ അമ്മയച്ഛന് എന്നെ വേണ്ടുന്നതാ. അതെന്തിനാടാ നിന്നെ അവളുടെ അമ്മയ്ക്കും അച്ഛനും? അല്ല, എന്നെ അവർക്ക് ഇഷ്ടായല്ലോ. ഇവളുണ്ടെങ്കിലല്ലേ എനിക്ക് കയറി ചെല്ലാൻ പറ്റൂ. അയ്യ ഇപ്പൊ കേട്ടാവേ. നിനക്ക് മാത്രമേ പറ്റൂടാ അവളെ ഇങ്ങനെ ഹാപ്പിയാക്കാൻ. ഞാൻ കൊണ്ടാക്കാൻ കോഴിക്കുഞ്ഞിനെ. എനിക്ക് അങ്കിളിനെ ആന്റിനെ ഒന്ന് കാണണം. ശരിയടാ, നീ പൊക്കോ. അശ്വിനെ അവരങ്ങ് വന്നോളൂ, നീ വിട്ടോ. എടങ്കോലിടാൻ നിക്കണ്ടാട്ടാ. ഞാനല്ലേ അവളെ വിളിച്ചോണ്ട് വന്നേ, അപ്പൊ എനിക്ക് തിരിച്ചു കൊണ്ടാക്കാം. അമിക് വാ. ഞാനല്ലേ ചേട്ടനെ വിളിച്ചോണ്ടേ. ചേട്ടൻ പൊക്കോ, എനിക്ക് ഇവരോടെ കുറച്ച് തനിച്ച് സംസാരിക്കാനുണ്ട്. പാവ ചേട്ടൻ എന്തൊക്കെയോ കരുതി കൂട്ടി വന്നതായിരുന്നു. കാറ്റ് പോയ ബലൂൺ പോലെ പോകുന്ന കണ്ടില്ലേ? കോഴിക്കുഞ്ഞെ, നീ ഇന്ന് ഹാപ്പി ആയിരുന്നോ? ഞാനിന്ന് ഒരുപാട് ഹാപ്പിയാണ് ഡിങ്കു. കാരണം നിങ്ങളെ 3 പേരെ കിട്ടിയത് എന്റെ ലക്ക് തന്നെയാണ്. വേറെ ആരുടെയും കൂടെ ഇല്ലാത്ത ഹാപ്പിനെസ് ആണ് നിങ്ങളുടെ 3 പേരുടെയും കൂടെ. ഇത് കൊള്ളാലോ. കൂടെ കൊണ്ടുപോയവനെ നീ കൊണ്ട് കളഞ്ഞോടി. അവനെവിടെ? ചേട്ടൻ പുറകെ വരുന്നുണ്ട്. ഇവൻ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞ് കൂടെ വന്നതാ. എന്താ മോനെ? അല്ല ഇതാരാ? ഇത് ആമിമോളുടെ ക്ലോസ് ഫ്രണ്ടാ. അവൾക്ക് കിട്ടാവുന്ന വെച്ച് ഏറ്റവും നല്ലൊരു ഫ്രണ്ടാണ് അവൻ. ഓ പൊക്കി പൊക്കി ഇതാ ഇവന് വീടും പൊളിച്ച് മോളിൽ ചെയ്തുവല്ലോ. ഇവൾക്ക് കുശുമാണ്. അച്ഛാ, കോഴിക്കുഞ്ഞിനെ നല്ലപോലെ നോക്കിക്കോ. പല കുറുക്കന്മാരെ ചുറ്റിനും കറങ്ങി നടപ്പുണ്ട്. അതേതാടാ ഞാനറിയാത്ത കുറുക്കൻ? അത് നിനക്ക് മനസ്സിലാവില്ല. അവനും ഞങ്ങൾക്ക് മാത്രം മനസ്സിലാവുള്ളൂ. മോനെ വാ, ഫുഡ് കഴിച്ചിട്ട് പോകാം. വേണ്ട ആന്റി, ഞാൻ ഇവിടെ കൊണ്ടാക്കാൻ വന്നതാ. നീ ഇന്ന് അധികം സ്പീഡിലൊന്നും പോകണ്ട. എന്റെ കോൾ ലൈനില് നീ ഉണ്ടായിരിക്കണം, കേട്ടല്ലോ? ഇതെന്താ ഒരു പ്രത്യേക സ്നേഹം? ഇത് ഞാനല്ലേ പറയണ്ടേ? എന്താടി, എനിക്ക് പറയാൻ പറ്റൂലേ? ശരി അങ്കിൾ, അപ്പൊ നോമങ്ങോട്ട് പോയിട്ട് വാ മോനെ. എടുക്കുന്നേ. ഈ ചെറുക്കൻ എന്റെ മോനെ രടങ്കോലാവുമല്ലോ. ഇവൻ ഇതിനൊക്കെ സമ്മതിച്ചോ? അമ്മേ അച്ഛ, ഞാൻ കിടക്കാൻ പോവാ. ഇന്ന് ഒരുപാട് കറങ്ങി. അശ്വിൻ ചേട്ടനോട് നാളെ സംസാരിച്ചോളാം. എന്താ ഇച്ചായ ആൾട്ടോനോട് അങ്ങനെ പറഞ്ഞേ? എന്തോ ആപത്ത് വരാൻ പോകുന്ന പോലെ. അശ്വിനും അവളെ എനിക്ക് നന്നായിട്ട് അറിയാം. അവർക്ക് മുന്നേ പുറപ്പെട്ട അശ്വിൻ ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മോൻ ലൈനില്ലേ? അവനത് കേക്കൂലേ? ഏയ് മ്യൂട്ടാടി. എന്താ സൗണ്ട്? ആൾട്ടോ ആൾട്ടോ എടാ മോനെ, എടാ മോനെ. അയ്യോ, ഇച്ചയെ മേടിച്ചു പോയായോ? വണ്ടി എടുക്കിച്ചായ പോവാം. നീ വാ, ആമീനെ വിളിക്കണ്ട, പോയി നോക്കിട്ട് വരാം. ഡോക്ടർ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഏയ് വലിയ കുഴപ്പമൊന്നുമില്ലെന്നേ. അവിടെ ഇവിടെയും കുറച്ച് സ്ക്രാച്ച് ഉണ്ടെന്നേ ഉള്ളൂ. ഞാനത് ഡ്രസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് തന്നെ പൊക്കോ. വാ മോനെ, നടക്ക്. അമ്മ എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഓക്കെയാ. നീ എന്താ വിളിച്ചേ? അത് പെട്ടെന്ന് എന്റെ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നോണ്ട്. നീ അങ്ങനെ തന്നെ വിളിച്ചോ? ആമീനെ ഞങ്ങൾ ഒന്നും അറിയിച്ചിട്ടില്ല. അവൾ അവരുടെ കൂടെ ഒറ്റയ്ക്ക് അവിടെ. നീ ഇന്നേ വീട്ടിൽ പോവണ്ട. നിന്റെ അമ്മ അച്ഛനും ഇതൊക്കെ കണ്ട് പേടിച്ചാലോ? ആ അമ്മയമ്മനും വന്നു. അതെ, അവള് പറഞ്ഞത് കറക്റ്റാ. നീ ഇന്നേ വീട്ടിൽ പോവണ്ട, നമ്മുടെ വീട്ടിൽ നിന്നോ.
അവരെ കണ്ട് എനിക്ക് രണ്ട് പറയാനുണ്ട്. അച്ഛാ, അത് അവൻ ചാൻസ് കുറവാ. അത് അവന്റെ വണ്ടിയായിട്ട് എനിക്ക് തോന്നിയില്ല. ഇതവൻ തന്നെയായിരിക്കും മോനെ. നിങ്ങൾക്ക് മുന്നേ എത്തേണ്ട അവൻ എത്തിയിട്ടില്ലായിരുന്നു. എന്തായാലും ഇപ്പൊ എത്തിക്കാണും. വാ. ഇന്ന് നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. അടുത്തൊരു വരവിന് നീ തീരെ മോനെ ആൾട്ടോ. എന്താ ഒരു ഉറക്കമൊന്ന് നോക്ക്. ഒന്നും അറിയാത്ത കുട്ടി. ആ, നീ ഇനി എന്തായാലും ഒന്നും അറിയണ്ട. എന്താ അങ്കിൾ വിളിച്ചേ? അങ്കിൾ, എന്തിനാ ഇപ്പൊ എന്നെ തല്ലിയത്? നിനക്കൊന്നും മനസ്സിലായില്ലല്ലേ? രാവിലെ തന്നെ അമ്മയെ മുന്നിൽ ഇവിടെ ഇറങ്ങിക്കോണം. സഹോദരി എന്തേലും വെച്ച് വീട്ടിൽ കയറ്റിയ നീ എന്താണ് ചെയ്തു വെച്ചേ? എനിക്കൊന്നും മനസ്സിലായില്ല അങ്കിൾ. കാര്യം പറയും. നീ അല്ലേടെ കാർ കൊണ്ട് ആൾട്ടോടെ ബൈക്കിലിടിച്ചത്? ഞാനും ആമി കൂടെ ഇരിക്കാനെ കൊണ്ട് എനിക്കെന്ത് വട്ടാണോ? ആമീനെ തിരിച്ചു വിട്ടിട്ട് അവൻ ആ വഴിയെ വരുന്നത് നിനക്കറിയാന്ന് വെച്ച് നീ വെയിറ്റ് ചെയ്ത് നിന്ന് ഇടിച്ചതല്ലേടാ? അശ്വിൻ ഒളിച്ചിരുന്ന് ആർക്കും പണി കൊടുക്കില്ല. നേർക്ക് നേരെ നിന്നാ കൊടുത്തിട്ടുള്ളൂ. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. അവനോട് എനിക്ക് ദേഷ്യമുണ്ട് എന്ന് പറഞ്ഞ് ഈ ചീപ്പ് പരിപാടി ചെയ്യാൻ അശ്വിൻ നിൽക്കില്ല. ഇറങ്ങിപ്പോടാ എന്റെ മുറിന്ന്. ഇച്ചായ, അശ്വിൻ പറയണ കേട്ടിട്ട് അവനല്ലാന്ന് തോന്നുന്നല്ലോ. പറയാൻ പറ്റില്ലടി, ഒക്കെ പഠിച്ച കള്ളന്മാരാ.